Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു കുറുമയാണ് നൂൽക്കോൽ കുറുമ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നൂൽക്കോൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നൂൽക്കോൽ കോൾറാബി എന്നൊക്കെ പറയും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. ഇതിന്റെ തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം. നൂൽക്കോലിന്റെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പം കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും എണ്ണ എടുത്താലായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവല്. ഇല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്കയും 3 ഗ്രാമ്പും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഇട്ട് ഫ്രൈ ചെയ്യാം. ഏലക്കയും ഗ്രാമ്പും പട്ടയെല്ലാം ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇളക്കി വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നൂൽക്കോൽ ചേർത്ത് ഇളക്കി വഴറ്റാം. ഇത് ഏകദേശം തീ കുറച്ച് 1 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസ് കഴുകിയെടുത്തത് ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പച്ചക്കറി ചേർക്കാം. ഇല്ലെങ്കിൽ ഈ നൂൽക്കോല് മാത്രമായിട്ടും ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി അടച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. നൂൽക്കോല് വേവുന്ന സമയം കുറുമയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു 8 അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞാണ് ഇതിലേക്ക് ചേർക്കാം. ഇത് 1 ടീസ്പൂൺ വെളുത്ത കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്താണ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നൂൽക്കോല് വേവാൻ വെച്ചത് ഇപ്പം പാകത്തിന് വന്നു. ഒരു 10 മിനിറ്റിലധികം സമയം ഇത് വേവാൻ വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നൂൽക്കോൽ കുറുമ റെഡിയാണ്. ഇതിനൊരു ബൗളിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിന്റെ കൂടെയും റൊട്ടീന്റെ കൂടെയും ദോശന്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതിന്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.